ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്തിയിരിക്കുന്ന യൂട്യൂബിലെ ഏറ്റവും പുതിയ 3 അപ്ഡേറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ഒരു അപ്ഡേറ്റ് യൂസേഴ്സിന്റെ ഒരു ആവശ്യപ്രകാരം കൊണ്ടുവന്നിരിക്കുന്ന 3 അപ്ഡേറ്റ്സുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ജെന്യൂൻ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വളരെയധികം യൂസ്ഫുൾ ആവും. ഫേക്ക് ക്രിയേറ്റേഴ്സ് നല്ല എട്ടിന്റെ പണിയും കിട്ടും. മൂന്ന് മെയിൻ കാര്യങ്ങളാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഇത് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മുകളിലായിട്ട് കാറ്റഗറി കാണാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലെ വീഡിയോ ആണോ കാണേണ്ടത് ആ ഒരു ടോപ്പിക്ക് ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് യൂട്യൂബിന്റെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ താഴെയിട്ട് വരുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും, നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള വ്യൂസ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ ഈ ടോപ്പിക് ബേസ് വരുന്ന സമയത്ത് നിങ്ങൾ ഏത് ടോപ്പിക്കാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നവരുടെ നല്ല വീഡിയോസ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും യൂട്യൂബ്. അപ്പൊ ഫേക്ക് വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. നമ്മളിപ്പം ഹോം പേജിൽ കയറുന്ന സമയത്ത് കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മാത്രമല്ല അവിടെ വരുന്നത്, പല വീഡിയോസും അവിടെ വരാറുണ്ട്. അതായത് ആവശ്യമില്ലാത്ത ഒരുപാട് വീഡിയോസ് അവിടെ കയറി വരാണ് നമ്മുടെ ഹോം പേജിൽ. അപ്പൊ ഈ ഒരു ഫീച്ചർ വരുന്നത് കൊണ്ട് തന്നെ നല്ല ടോപ്പിക്ക് ബേസ് ചെയ്ത് നല്ല കണ്ടന്റ്സ് ചെയ്യുന്നവരുടെ വീഡിയോസ് പ്രൊമോട്ട് ആവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫീച്ചർ നേരത്തെ തന്നെ യൂട്യൂബ് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. കുറെ ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇനി അത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് അവരുടെ പ്ലാന്. അതിലൊന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോസിന്റെ ആ വീഡിയോസ്, അതായത് നിങ്ങൾക്ക് കാണണ്ടാത്ത, അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വീഡിയോസ് നിങ്ങളുടെ ഹോം പേജിൽ വരികയാണെങ്കിലും ആ സൈഡിൽ ഒരു 3 ഡോട്ട്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. അതായത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആണോ നിങ്ങളുടെ ഹോം പേജിലോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആണോ നിങ്ങൾക്ക് വരില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ചാനലിലെ വീഡിയോസ് കാണണമെങ്കിൽ ജസ്റ്റ് പോയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ആ ചാനലിനെ പറ്റി. ചാനലിന്റെ നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം യൂസർ ഫ്രണ്ട്ലി ആയാണ് പിന്നെയും യൂട്യൂബ്. അതായത് നമുക്ക് താല്പര്യമുള്ള വീഡിയോസ് മാത്രമാണ് പിന്നീട് ഈ ഹോം പേജിൽ വരാൻ ചാൻസ് ഉള്ളൂ. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള തന്നെ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നിങ്ങൾ കാണുന്ന വീഡിയോസ്, അതായത് നിങ്ങൾ കാണുന്ന വീഡിയോസിന്റെ അനുസരിച്ച് നമ്മുടെ ഇപ്പം നിങ്ങളൊരു ചാനൽ കാണുന്ന വിചാരിക്കാം. ആ ഒരു ചാനലുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറൊരു ചാനൽ കാണും, അത് ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് വേറൊരു ചാനൽ കാണും. അപ്പൊ ആ ചാനലിലെ വീഡിയോസും നിങ്ങളുടെ ഹോം പേജിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഒരു ജയരാജ് ജി നാഥ് വ്യൂവേഴ്സ് വാച്ച് ദിസ് എന്ന് പറഞ്ഞ സൈഡിൽ കാണിക്കാൻ താഴെയായിട്ട് ഇങ്ങനെ കാണിക്കുക. അതേപോലെ നിങ്ങളുടെ ഹോമിലും റെക്കമെൻഡഡ് ആയിട്ട് വരും. അതായത് നിങ്ങളിപ്പോ ടെക് വീഡിയോസ് ആണ് കൂടുതൽ കാണുന്നതെങ്കിൽ വേറൊരു ടെക് ചാനൽ, ഇപ്പൊ പുതിയതായിട്ട് ടെക് ചാനൽ തുടങ്ങി നല്ല ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ്സ് വരുന്ന ടെക് ചാനൽ ആണെങ്കിൽ ആ വീഡിയോസും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ ഹോം പേജിൽ വരും. ഹോം പേജിൽ വരുമ്പോൾ അതിന്റെ താഴെ ഇങ്ങനെ എഴുതി കാണിക്കും ഇന്ന വീഡിയോസ്. അതായത് ഇപ്പം ബീബും വ്യൂവേഴ്സ് വാച്ച് ദിസ് എന്ന് കാണിക്കാം. അപ്പം ബീബുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് ടെക് പരമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ആ ഒരു ചാനലിൽ ഉള്ളതെന്നാണ് അതിൽ അർത്ഥമാക്കുന്നത്. അപ്പോഴും നിങ്ങൾക്ക് യൂസേഴ്സിന് ഭയങ്കര ഫ്രണ്ട്ലി ആവുകയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് യൂട്യൂബ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ നല്ല ജെന്യൂൻ ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വളരെയധികം ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ 3 അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫേക്ക് കണ്ടന്റ്സ് തയ്യാറാക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുക. നല്ല ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിരുന്ന ബെല്ലും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.